പാലട പായസം ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിങ്ങനെ പാക്കറ്റിൽ വരുന്ന ഫുള്ളായിട്ടുള്ള കിറ്റ് വരില്ലേ, അതിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണോ അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പാലട നല്ല രീതിയിൽ വെവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചൂട് വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളതിങ്ങനെ ഞെക്കി നോക്കുക നന്നായി പാലട വെന്തിട്ടുണ്ടോ എന്ന്. അത് മൊത്തത്തിൽ ആ പാക്കറ്റിൽ മൊത്തം നമ്മളൊരു പാത്രത്തിലിട്ട് നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി അടച്ച് വെക്കണം, ആ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഞെക്കി നോക്കുക, 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഞെക്കി നോക്കുക. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ അതിങ്ങനെ ഞെങ്ങുന്നുണ്ടായിരിക്കും, പൊട്ടുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് പാലട ശരിയായ രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷേ നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഈ പാലട വേവിക്കാനിരുന്ന പാലൊക്കെ വറ്റി പോവുകയും ചെയ്യും, പാലട വെവാണ്ട് കല്ല് പോലെ എടുക്കുക ചെയ്യാം കേട്ടോ പാലട പായസത്തിൽ. പിന്നെ മധുരം നമ്മൾ എടുക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എക്സ്ട്രാ നമ്മൾ 3 അച്ച് ബെല്ലം 4 അച്ച് ബെല്ലം നമ്മൾ ചേർക്കാം കേട്ടോ. എക്സ്ട്രാ ചേർക്കാം. 2 പാക്കറ്റ് പാലിലേക്ക് മിൽമയുടെ 500 ml 2 പാക്കറ്റിലേക്ക് നമുക്കത് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഏലക്കായ പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ പാലട ഓരോ പാക്കറ്റിൻ്റെയും കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ. പാലട വൈറ്റ് കളറിൽ വരുന്നുണ്ട്, ബ്രൗൺ കളറിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മേടിക്കാവുന്നതാണ്. ബ്രൗൺ കളറിലാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. പാൽ തിളപ്പിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇത് പാൽ ഇതിനകത്ത് കിടന്ന് വറ്റി വരണ വരേക്കും, കുറച്ചധികം വറ്റണം, താഴത്തേക്ക് കുറുകി വറ്റണം. അതുവരേക്കും നമ്മളിങ്ങനെ സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നല്ല ബ്രൗൺ കളറിലുള്ള പാലട മേടിക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കടകളിൽ നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ പാലടയുടെ ടേസ്റ്റാണ് കേട്ടോ ബ്രൗൺ കളറിലുള്ള പാലടയിൽ വരാറുള്ളത്. ഇത് വൈറ്റ് കളറിൽ എനിക്ക് അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഒരു സംഭവം. എനിക്ക് മുന്നേ ബ്രൗൺ കളറുള്ളത് കിട്ടിയായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും അത് ശരിക്കും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കറക്റ്റ് പാലടയുടെ ടേസ്റ്റ് കിട്ടിയതുകൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേൽ ഇതുപോലെ പാലട വെവാണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചേട്ടെ. ഈ ഐഡിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.